നമുക്കൊരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് പോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു സന്തോഷമല്ലേ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡോറിലും സിറ്റ് ഔട്ടിലും ഒക്കെ നല്ലൊരു പോട്ടിനകത്ത് ഇതുപോലെ നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് പോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റിൽ നിന്ന് ഒരുപാട് തൈകളും നല്ല പ്ലാന്റ് നല്ല ഗ്രോത്തോടുകൂടി വരാനും കരുത്തോടുകൂടി നിൽക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു പോട്ടി മിക്സും നല്ല രീതിയിൽ ഒന്ന് പോട്ട് ചെയ്യുന്ന മെത്തേഡുമാണ് കാണിച്ചു തരുന്നത്. നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് നല്ല പോട്ടി മിക്സും നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ നല്ല കരുത്തോടു കൂടി വരാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പേ എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിലയാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഇൻഡോറിൽ വെക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് അഗ്ലോണിയം അങ്ങനെ ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പോട്ട് ചെയ്യാം. പെട്ടെന്ന് തൈകളൊക്കെ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഐറ്റം കൂടാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും നല്ലൊരു പോട്ട് എടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ടൈപ്പ് പോട്ടുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ. അധികം റേറ്റും കാര്യങ്ങളും ഒന്നും കാണത്തില്ല ഇതിനൊന്നും. ഈ ഒരു പോട്ടിനകത്ത് 100 സംതിങ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ, 110 രൂപ എങ്ങാണ്ട് ഈ ഒരു പോട്ടിനായിട്ടുള്ള അത്യാവശ്യം നല്ല വലിയൊരു പോട്ടാണ് ഇത് കേട്ടോ. ഇതൊക്കെ നമ്മളൊന്ന് ഇൻഡോറിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഭാഗത്തോ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയുക ചിരട്ടയാണ്. ചിരട്ട ഒരിക്കലും നമ്മൾ പൊട്ടിച്ചെടുത്ത് തേങ്ങ തിരികിയതിന് ശേഷം ഡയറക്റ്റ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കരുത്. അതിനകത്ത് കറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 1-2 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം അതിൻ്റെ കറയെല്ലാം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ പോട്ട് ചെയ്യാൻ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തിട്ടിരുന്ന മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് മഴ നനഞ്ഞ് ഇത് അങ്ങനെ ആയിക്കോളും. അല്ലെങ്കിൽ കുറേ ദിവസം പഴകിയ ചിരട്ടയാണെങ്കിൽ അതായാലും മതി കേട്ടോ. അത് ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് നമ്മുടെ കുറച്ച് കരിയിലയാണ്. അപ്പം ഏത് ടൈപ്പ് കരിയില വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. ഞാനിപ്പം നമ്മുടെ പ്ലാവിൻ്റെ കരിയിലയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് അഴുകി ഒന്ന് അലിഞ്ഞ് നമുക്കൊരു കമ്പോസ്റ്റ് ആയിട്ട് തന്നെ വരും നമ്മുടെ പ്ലാന്റ്സിന്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നമ്മുടെ ചകിരി മീൻസ് നമ്മുടെ ചിരട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. ചിരട്ട ജസ്റ്റ് നമ്മുടെ വേരൊക്കെ പെട്ടെന്ന് അതിനകത്ത് പിടിച്ച് നല്ലതുപോലെ റൂട്ട്സൊക്കെ നല്ല രീതിയിൽ ഓടി വന്നാൽ മാത്രമേ പ്ലാന്റ് നല്ല കരുത്തോടുകൂടി വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിരട്ട വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എപ്പോഴും തൈകൾ പൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ശീമക്കൊന്നയുടെ ഇല. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് കുറച്ച് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പച്ചിലകൾ കുറച്ച് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് കുറച്ച് പച്ചിലകൾ വെച്ച് കൊടുക്കുകയാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ അഴുകിയിട്ട് ഒന്ന് പൊടിഞ്ഞ് നമുക്ക് കമ്പോസ്റ്റായിട്ട് മാറും. പിന്നെ ഞാൻ കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മണ്ണുണ്ട്, കുറച്ച് ചകിരിച്ചോറുണ്ട്, അതിൻ്റെ കൂടെ കമ്പോസ്റ്റാണ് ഞാനിട്ട് കൊടുത്തിരിക്കുന്നത്. കമ്പോസ്റ്റ് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു പിടിക്ക് എന്താ പറയുന്നത് നമ്മുടെ എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് ഞാൻ ആ ഒരു പോട്ടി മിക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. കമ്പോസ്റ്റ് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തുകൊണ്ടാണ് അതൊന്ന് ജസ്റ്റ് കറുത്തിരിക്കുന്നത്. പക്ഷേ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുമ്പം നമുക്ക് നല്ല പ്ലാന്റ് നല്ലതുപോലെ കരുത്തോടുകൂടി വരും. പെട്ടെന്ന് തൈകളൊക്കെ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് പ്ലാന്റാണ് ഇന്ന പ്ലാന്റൊന്നും ഒന്നുമില്ല, ഏത് പ്ലാന്റ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് പോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം മണ്ണ് കളഞ്ഞിട്ട് അടിഭാഗത്ത് ആ റൂട്ട്സ് നല്ലതുപോലെ ഫ്രീ ആക്കി വെക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ പോട്ടി മിക്സിനകത്തോട്ട് താത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പോട്ടി മിക്സിനകത്ത് നമ്മുടെ ആ റൂട്ട്സൊക്കെ പെട്ടെന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കിളിച്ച് പെട്ടെന്ന് പ്ലാന്റ് വലുതായി വരാനൊക്കെ സഹായിക്കും. നല്ലതുപോലെ റൂട്ട്സ് ഓടും. ഒരിക്കലും നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തായിരിക്കും ഈ ഒരു പ്ലാന്റ് കിട്ടുന്നത്. അങ്ങനെ തന്നെ പ്ലാസ്റ്റിക് കവർ പൊട്ടിച്ച് അങ്ങനെ വെക്കാൻ നിൽക്കരുത്. കാരണം നല്ല കട്ടിയായിട്ടുള്ള മണ്ണിനകത്തായിരിക്കും ഈ ഒരു പ്ലാന്റ് അവർ നട്ടു വെക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പോട്ടി മിക്സിനകത്തോട്ട് ആ റൂട്ട്സ് ഒന്ന് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് കളഞ്ഞതിന് ശേഷം റൂട്ട്സ് നല്ലതുപോലെ ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ പോട്ടി മിക്സിനകത്ത് വെച്ച് കൊടുക്കാവുള്ളൂ. ഇപ്പം ഞാൻ അതൊന്ന് പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിനകത്ത് ഇനി എക്സ്ട്രാ വളവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല കരുത്തോടുകൂടി വരികയും ചെയ്യും, നല്ല ഗ്രോത്തിൽ വരും. പ്ലാന്റ്സിൽ നിന്ന് തൈകളൊക്കെ പൊട്ടാനൊക്കെ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ അഗ്ലോണിമ പോലുള്ള പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. പോട്ട് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തൈകളൊക്കെ വരുന്നത് കാണാം. പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതും ഒക്കെ കാണാം. അഴുകിപ്പോവോ അങ്ങനെ ഒന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചകിരി വെച്ച് കൊടുക്കുക, മീൻസ് ചകിരിയല്ല നമ്മുടെ ചിരട്ട വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് പഴകിയ ചിരട്ട നോക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ഇന്ന് തേങ്ങ പൊട്ടിച്ച് ഡയറക്റ്റ് തേങ്ങ തിരികിയതിന് ശേഷം കൊണ്ടുവെക്കരുത്. 1-2 ദിവസം ഒന്ന് വെള്ളത്തിൽ ഇടുക. അല്ലെങ്കിൽ കുറച്ച് പഴകിയ പുറത്തൊക്കെ കടന്ന് കുറച്ച് പഴകിയ ചിരട്ട എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഒരിക്കലും ഡയറക്റ്റ് അന്നത്തെ ചിരട്ട വെക്കരുത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.